ഹായ്, ഐ ഡോക്ടർ ഗായത്രി, ഫിസിഷ്യൻ ചങ്ങമ്പള്ളി റെമഡിയം. മാനസിക സമ്മർദ്ദം സ്ത്രീകളുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നു, നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ ഷാനി ഉണ്ട്, സീനിയർ ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ. സോ ഡോക്ടർ, നിലവിലെ ജീവിത രീതി വെച്ചിട്ട് എത്രത്തോളം മാനസിക സമ്മർദ്ദം സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, അത് ഏത് രീതിയിലാണെന്നാണ് ആയുർവേദം വിശദീകരിക്കുന്നത്? ആയുർവേദത്തിൽ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഗാഢമായിട്ടുള്ളൊരു തരം ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ദോഷാവസ്ഥ മാത്രമല്ല, അത് സ്ത്രീകളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് മുതൽ പിന്നെ ത്വക്കിൻ്റെ രോഗങ്ങൾ, മുടിയുടെ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിത്യേന ഉണ്ടാക്കി വരുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതിപ്പോൾ നമ്മളൊരു ബോഡീൻ്റെ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അതായത് സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോള് കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളെ ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ PCOD പോലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഫൈബ്രോയിഡ് പോലുള്ള ഒരു അഡിനോമസ്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന മറ്റു രോഗങ്ങളെല്ലാം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ മാനസിക സമ്മർദ്ദം കാരണം എസ്റ്റാബ്ലിഷ് ആവുന്ന കുറെ ഡിസീസസ്, കുറെ രോഗാവസ്ഥകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള രോഗാവസ്ഥകളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, സ്ത്രീകളിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന രോഗങ്ങൾ. പിന്നെ വളരെ ചെറിയ രോഗങ്ങൾ തൊട്ട് ഇപ്പോൾ ത്വക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, ഉറക്കമില്ലായ്മ, ഇങ്ങനെ പല രീതിയിൽ സ്ത്രീകളിൽ നിത്യേന വരുന്ന, നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ദഹനക്കുറവ്, ഇതൊക്കെ ഈ മാനസിക സമ്മർദ്ദം വലിയ കാരണങ്ങളാവുന്നുണ്ട്. പരിഹാര മാർഗങ്ങളായിട്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പരിഹാര മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ആയുർവേദം നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നമ്മൾ നിത്യേന ഒരു ദിനചര്യൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടല്ലോ നമ്മൾ ആയുർവേദത്തിൽ. അപ്പോൾ ദിനചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളായിട്ട് ഫോളോ ചെയ്ത് വരേണ്ട ഒരു മെത്തഡ്, ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്, അത് കറക്റ്റായിട്ട് പോവുക. അതായത് നേരത്തെ എണീക്കുക, നേരത്തെ കിടന്നുറങ്ങുക, പിന്നെ എണ്ണ തേച്ച് കുളി, അങ്ങനെ റിലാക്സേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ദിനചര്യകൾ ചെയ്യുക. പിന്നെ സ്വയം സ്നേഹിക്കാൻ ദിവസേന കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഓരോ അവസ്ഥയിലും ഇപ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ത്വക്കിൻ്റെ രോഗങ്ങൾ, ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ല കുറവാകും. സ്ട്രെസ് കൂടുതൽ വരുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷനെ ഇത് ബാധിക്കുമ്പോൾ ത്വക്ക് രോഗങ്ങൾക്കും മുടി കൊഴിച്ചിലിനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൂടുതൽ ഉണ്ടാകുമ്പോഴും ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ സമയത്തൊക്കെ നമുക്കൊരു ഡോക്ടറെ കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റില്ല. നമുക്ക് വളരെ മൈൽഡായിട്ടില്ല, ചിലപ്പോൾ നമ്മൾ നുറുങ്ങു വിദ്യകളെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹോം റെമഡീസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എടുക്കുക എന്നുള്ളത്. പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ, ഇപ്പോൾ യോഗ പോലുള്ള ശാരീരികമായിട്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ, അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമമൊക്കെ മൈൽഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അമ്മ, ഭാര്യ, അങ്ങനെ കുറെ റോള് അവര് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ജോലി ചെയ്യുന്ന രീതിയിലുള്ള പല റോളുകളും ഉണ്ടാവും. പല സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഈ കുറെ റെസ്പോൺസിബിലിറ്റീസ് അവരെ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? അത് ഇപ്പൊ ദിവസവും രാത്രി ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, ഒരു സ്ത്രീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞാലും പല പല ചിന്തകളാണ്. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഇഡ്ഡലി കരച്ച് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കണോ, ഈ വക ചിന്തകളാവാം. അല്ലെങ്കിൽ രാവിലെ കുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിടണം, കുട്ടീനെ റെഡിയാക്കിയിട്ട് നമുക്ക് ജോലിക്ക് പോകണം, ഈ വക പല പല ചിന്തകളായിട്ടാവും ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് നേരെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല എന്ന് കരുതി നേരത്തെ ഉണരാണ്ടിരിക്കാൻ പറ്റില്ല. നേരത്തെ ഉണർന്ന് ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകാനുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഭാര്യൻ്റെ റോള് ചെയ്യണം, അമ്മേൻ്റെ റോള് ചെയ്യണം, വൈഫിൻ്റെ റോള് ചെയ്യണം, സിസ്റ്റർ ആവാം, പല രീതിയിലുള്ള റോളുകൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്മർദ്ദം കൂടുതലാവും. കാരണം പല രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാവും. ചിലപ്പോൾ ഇതൊക്കെ സ്മൂത്തായിട്ട് പോകുന്ന ഫാമിലികളാവണം എന്നില്ല. ഒരു രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. ഇനി സപ്പോർട്ട് ചെയ്താലും മാനേജ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആവും.
അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഫാമിലി സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വീട്ടിൽ നിന്നാവാം, പാർട്ട്നേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. പിന്നെ അതേപോലെ തന്നെ സ്ത്രീകളും സ്വയം ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്ര അധികം സ്ട്രെസ് ഉണ്ട് എന്നുള്ള ഫീലിംഗ് എനിക്ക് വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക, നമ്മൾ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്തിലെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൂടുതലായും പറയുകയാണെങ്കിൽ ആയുർവേദപരമായി നമുക്ക് എത്രത്തോളം ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്നുള്ളതിനേക്കാളും ഉപരി? ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്നുള്ളതിൽ അതിന് ആയുർവേദപരമായി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ദിനചര്യ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, മെഡിസിനൽ സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു റിലാക്സേഷൻ ആവശ്യമാണ്, എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണ്. ദിവസേന പോകുന്ന ഒരു റുട്ടീനിൽ നിന്ന് മാറിയിട്ട് 1-2 ദിവസം നമുക്ക് എവിടേക്കെങ്കിലും യാത്രകൾ പോവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഭ്യംഗവും സ്റ്റീമും ധാരയും എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. ഇതൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ആണ്. പക്ഷെ പലരും ഇതിനൊന്നും മുതിരില്ല, പോകുന്ന അത്രയും പോകും, ലാസ്റ്റ് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അതിന്റെ സൊല്യൂഷനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം സ്ത്രീകളെ അത്രത്തോളം ബാധിച്ചാൽ പോലും അവര് പോലും അതിനെ വലിയ കാര്യങ്ങളായിട്ട് പല സമയത്തും എടുക്കാറുണ്ട്. ആളുകൾ അതിന്റെ ഒപ്പം ജീവിച്ചു പോവാണ്. അതായത് ഒരു ശീലമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോ ആൾക്കാരിൽ കൂടുതലും കാണുന്നത്. സെൽഫ് കെയറിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡെയിലി വേറെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വീട്ടമ്മ എടുക്കുന്ന എത്രത്തോളം സ്ട്രെസ് ഉണ്ട് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആ ഒരു റിയാലിറ്റി. നമ്മൾ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ഡിസ്കഷൻ നമുക്ക് ആ ഒരു രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ.